നമ്മളിപ്പോൾ ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ്. ചെസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മളിതിപ്പോൾ ജസ്റ്റ് മടക്കിയിട്ടിരിക്കുന്നത്. വെച്ചാൽ ടോപ്പ് പോർഷൻ മാത്രമാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ചെസ്റ്റ് നമുക്കൊരു 10 ഇഞ്ചസ് വെച്ചിട്ട് അലവൻസ് എല്ലാം കൂടി ഇട്ട് 10 ഇഞ്ചസ് വെച്ച്, അതായത് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വി നെക്ക് വരുന്ന ഒരു പെപ്ലത്തിൻ്റെ ടോപ്പ് പോർഷൻ, അതായത് ആം ഹോളും ചെസ്റ്റും വരുന്ന ആ ടോപ്പ് പോർഷൻ മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെസ്റ്റിനൊരു 34 ഇഞ്ചസ് വരുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 10 ഒക്കെ വെച്ചിട്ട് നമുക്ക് 4ആയിട്ട് മടക്കാം. അതായത് ഒരു പോർഷനിൽ 10 ഇഞ്ചസ് വരുന്ന പോലെ 4ആയിട്ട് മടക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ആദ്യം നമുക്ക് എന്താ പറയുക, ഷോൾഡറാണ് നോക്കുക. ഷോൾഡർ ഒരു 15 ഇഞ്ചസ് ഷോൾഡർ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് നമ്മളതിൻ്റെ ഹാഫാണ് എടുക്കുന്നത്. ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 7.5 ഇഞ്ചസ് വരും. അപ്പം ആദ്യം നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ 4ആയിട്ട് മടക്കി വെച്ചിരിക്കുന്ന ഈ തുണിയുടെ ഏറ്റവും മുകളിലത്തെ പോർഷനിൽ നിന്ന് നോക്കാം. മുകളിലത്തെ പോർഷനിൽ നോക്കുമ്പോൾ ഒരു 7.5, ഇത് ഇത്രയാണ് ആ ഒരു ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നതിൻ്റെ പകുതി. 7.5ൽ നമ്മൾ മാർക്ക് ചെയ്യുവാണ്. ഇത് ഇത്രയും ഷോൾഡറാണ്, അതായത് നമ്മുടെ കൈ തുടങ്ങാൻ പോകുന്ന പോർഷൻ വരെ, അതായത് ലെഫ്റ്റ് ഷോൾഡർ ടു റൈറ്റ് ഷോൾഡർ മൊത്തം ഒരു 15 ഇഞ്ചസ് ആണെങ്കിൽ അതിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, 7.5. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് എന്തോരം ഉണ്ടെന്ന്, നെക്കിൻ്റെ വീതി എന്തോരം ഉണ്ടെന്ന് നോക്കണം. നമുക്കിവിടെ നമ്മൾ നെക്ക് എടുത്തിരിക്കുന്നത് ഒരു 9 ഇഞ്ചസ് ആണ്. നെക്ക് വീതി അത്രയും, ടോപ്പിൽ നെക്കിൻ്റെ വീതി 9 ഇഞ്ചസ് വരണം. അതുകൊണ്ട് അതിൻ്റെ പകുതി ഒരു 4.5 നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അത്രയും പോർഷൻ, ഈ കൈ പിടിച്ചിരിക്കുന്ന അത്രയും പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോളിൽ വരുന്ന പോർഷനാണ്. അപ്പോൾ ഇനി വരുന്ന ആം ഹോളാണ്. ആം ഹോൾ നമുക്ക് ടോട്ടൽ നമ്മൾ കൈയുടെ ഫുൾ അളവെടുത്തപ്പോൾ 16 ആയിരുന്നു. അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്, 8. ഓക്കെ, ആ 8ൽ നമ്മൾ ആം ഹോളിന് ആ ഷോൾഡറിൻ്റെ അളവ് അളന്നെടുത്തു നിന്ന് 8 വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ആം ഹോള് മുകളിൽ നിന്ന് താഴേക്ക് 8 ഇഞ്ചസ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഷോൾഡർ നമ്മൾ അളന്ന് വെച്ചതിൻ്റെ ആ പോർഷനിൽ നിന്ന് താഴേക്ക് 8 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തു. ഈ വരുന്ന ഒരു വി പോർഷൻ കണ്ടോ, ആ കോർണർ പോർഷൻ, അത് അത്രയും ആം ഹോളിൻ്റെ പോർഷനായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് അഥവാ ബ്രസ്റ്റ്, ഇതിലിപ്പം സ്പെല്ലിംഗ് ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ടെന്നാലും പറയണ്ട. 34 ഇഞ്ചസ് ചെസ്റ്റ് സൈസുള്ള ഒരാൾക്കാണെങ്കിൽ അതിനെ ഡിവൈഡ് ബൈ 4, പിന്നെ നമുക്ക് അടിക്കാനും, അതായത് എക്സ്ട്രാ എന്തെങ്കിലും ലൂസാക്കാനൊക്കെ കൂടെ നമ്മൾ അലവൻസ് ഒരു 0.5 പിന്നെ ഒരു 1 കൂടി ഇട്ട്, എല്ലാം കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും 10 ഇഞ്ചസ് വരും. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിരിക്കുന്നതിൽ ഒരു സൈഡ് 10 ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ ഇഞ്ചസാണിത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ആ പെപ്ലത്തിൻ്റെ പൊക്കം വരെയുള്ള പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇനി ആ പെപ്ലം എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അതായത് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ നടുക്കുന്നാണോ തുടങ്ങേണ്ടത്, ചെസ്റ്റിൻ്റെ താഴത്തുനിന്നാണോ തുടങ്ങേണ്ടത്, നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു എത്രയും ലെങ്ത്ത് എന്തോരമാണ് വേണ്ടത്, ഷോൾഡർ തൊട്ട് പെപ്ലത്തിന് തൊട്ട് മുകളിൽ വരെയുള്ള പോർഷൻ. ഇപ്പോൾ ഷോൾഡർ തൊട്ട് പെപ്ലത്തിൻ്റെ, അതാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കത് ഇഷ്ടമുള്ള എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഷോൾഡർ നമ്മൾ വെച്ചു, ചെസ്റ്റിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ വീതിയാണ് 10 ഇഞ്ചസ് ചെസ്റ്റിൻ്റെ പോയിരിക്കുന്നത്. ഇനി ടോട്ടൽ ആ ഷോൾഡറും ചെസ്റ്റ് പോർഷനും കൂടെ വരുന്ന മൊത്തം ലെങ്ത്ത്, മുകളിൽ നിന്ന് താഴെ വരെ എന്തോരം ലെങ്ത്ത് വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്കിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്തോരം വേണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടോ കുറയ്ക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അതിൻ്റെ താഴെ നിന്നാണ് പെപ്ലം തുടങ്ങുന്നത്. പെപ്ലം എന്ന് പറയുമ്പോൾ ചുരുക്കൊക്കെ ഇരുന്ന പോർഷനില്ലേ, ആ പോർഷൻ അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ അതൊന്നും കട്ട് ചെയ്യുന്നില്ല, നമ്മൾ മുകളിലത്തെ പോർഷൻ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്ത് ഫ്രം ഷോൾഡർ ടു പെപ്ലം വരെയുള്ള, ഷോൾഡർ തൊട്ട് പെപ്ലം വരെയുള്ളത് നമുക്ക് വേണ്ടുന്നത് ഒരു 9.5 ഇഞ്ചസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ ഉള്ള സാധനങ്ങളും തയ്ക്കാനുള്ളതും എല്ലാം കൂടെ എക്സ്ട്രാ ഇടുമ്പോഴത്തേക്കും ഒരു 0.5 ഒരു 1 കൂടെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ മൊത്തം ഒരു 11 ഇഞ്ചസ് ആണ്. ഷോൾഡർ തൊട്ട് പെപ്ലത്തിന് തൊട്ട് പെപ്ലം വരേണ്ടത് എവിടം വരെയാണോ അവിടം വരെ നമ്മൾ അളന്നെടുക്കുന്നത് ഒരു 11 ഇഞ്ചസ് ആണ്. ഇത് ഇപ്പോൾ മുകളിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത്. 11 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്ത്, ഇനി ആ 11ൽ നമുക്ക് ഈ തുണി അങ്ങ് കട്ട് ചെയ്യാം. 11 നമ്മൾ മാർക്ക് ചെയ്തു വരച്ചു. ഇത് ഇത്രയും 11 വരെ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പിൻ്റെ പകുതി പോർഷനാണ്, മുകളിലത്തെ പകുതി, പെപ്ലം വരുന്നതിന് തൊട്ട് മുമ്പുള്ള പകുതിയായിരിക്കും നമ്മൾ വരച്ചു. ഇനി നമ്മൾ അതായിരിക്കും കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നെക്ക് ഉണ്ട്, നെക്കിൻ്റെ പോർഷൻ നമ്മൾ വി നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും വി നെക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പ് ആയിരിക്കുമല്ലോ. അതിൽ മുകളിലത്തെ എത്ര വീതി വേണം, അതായത് നമ്മൾ ഓൾറെഡി എടുത്തു 4.5 ഇഞ്ചസ് ആണെന്ന് നമ്മൾ ഓൾറെഡി എടുത്തായിരുന്നു. ഇനി നമുക്ക് താഴേക്ക് എന്തോരം ഡീപ്പായിരിക്കണം,
എന്തോരം ഇറക്കം വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കൊരു ഇറക്കം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു 7.5 ആണ്. ആ ഒരു ഇറക്കത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് ഡീപ്പ് നെക്കാണ്, പക്ഷെ അത്ര വൃത്തികേടായിട്ടുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു നെക്കാണ് എടുത്തിരിക്കുന്നത്. അതൊരു 7.5 ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഫ്രണ്ടിലത്തെ നെക്കാണ്. ബാക്കിൽ സെയിം നെക്കല്ല. നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ വി പോലെയാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഫ്രണ്ടിൽ മാത്രമാണ് വിയുടെ പോർഷൻ വന്നു. ഇത് ആം ഹോളിൻ്റെ പോർഷനാണ്. ഇനി ഇത് ചെസ്റ്റ് തീരുന്ന, അതായത് പെപ്ലം തുടങ്ങുന്ന പോർഷനാണ് ഇത്രയും. ആം ഹോൾ നമ്മളിവിടെ നമ്മൾ ആം ഹോൾ മെഷർ ചെയ്തതിൻ്റെ ഒരു അര കഴിഞ്ഞിട്ട്, അതായത് അരയല്ല, ഒരു 4 ആയിരിക്കുമല്ലോ അര പോർഷൻ എന്ന് പറയുമ്പോൾ, 4 കഴിഞ്ഞൊരു ഇച്ചിരി കൂടി ഒരു 5 ഒക്കെ ആവുന്ന അവിടെ തൊട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അണ്ടർ ആംസിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ഒരു കർവ് പോലെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു ആം ഹോളിനുള്ള അത്രയും ഒരു ഇതാവും. ഇങ്ങനെയാണ് നമ്മൾ ആം ഹോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പ്രൊഫഷണൽ വേ ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വേ ആണിത്. ഇത് ഓൾമോസ്റ്റ് കറക്റ്റ് ആവാറുണ്ട്. അപ്പോൾ ഇതാണ് ആം ഹോളിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ നെക്ക് വി വരച്ചു. ഇനി നമുക്ക് പുറകിലുണ്ടല്ലോ നെക്ക്, വേണമെങ്കിൽ വി തന്നെ ഫോളോ ചെയ്യാം. നമ്മളിപ്പോൾ പുറകിൽ ചതുര കഴുത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് നമ്മൾ വീതി സെയിം തന്നെയാണ്, അതായത് നമ്മൾ 4.5 തന്നെയാണ്. പക്ഷേ ഇറക്കം നമ്മളൊരു 4 ആണ് കൊടുക്കുന്നത്. 4 ഇഞ്ചസ് ആണ് നമ്മൾ ഇറക്കം കൊടുക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒന്നിച്ചല്ല, രണ്ടും രണ്ടായിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അതിനല്ല വി നെക്ക് നമ്മൾ കട്ട് ചെയ്തില്ല, അല്ലാതെ വേറൊരു മെത്തേഡിലാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുറകിലത്തെ സ്ക്വയറാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇതിൻ്റെ മുകളിൽ കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഒരുമിച്ചങ്ങ് വരച്ച് വെക്കുന്നുള്ളൂ. വീതി കറക്റ്റാകാൻ വേണ്ടിയിട്ട് നമ്മളതും വരച്ച് വെച്ചിരിക്കും. ഇപ്പോൾ അത് ഈ കാണുന്നത് പുറകിലത്തെ നെക്ക്, വി ഫ്രണ്ടിലത്തെ നെക്ക്. അപ്പോൾ ഇത്രയാണ് കട്ട് ചെയ്ത് വരുമ്പം, നെക്ക് കട്ട് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ ഹാഫ് പോർഷൻ ഇത്രയാണ് വരിക. പെപ്ലത്തിന് തൊട്ട് പൊക്കത്ത് വരെയുള്ള ടോപ്പിൻ്റെ പകുതി പോർഷൻ ഇത്രയായിരിക്കും. ഇത് 2 ഉണ്ട്. ഇനി നമ്മളതിൽ ആം ഹോൾ കട്ട് ചെയ്തു. 2ൻ്റെ ആം ഹോൾ കട്ട് ചെയ്ത് ഫ്രണ്ട് പോർഷനാണിത്. ഇത് ബാക്ക് പോർഷനാണ്. നെക്ക് കട്ട് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ സ്ക്വയറിൻ്റെ നെക്ക് ഇപ്പം തന്നെ എന്തായാലും കട്ട് ചെയ്യാം. വി നെക്ക് നമുക്ക് പിന്നെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ, കട്ട് ചെയ്യല്ലാതെ അല്ലാതെ ചെയ്യാം. ഓക്കെ, സ്ക്വയർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വി നെക്കുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്യത്തില്ല. ഇനി നമ്മൾ ഇത് പെപ്ലം വരുന്ന പോർഷനില്ല, ചുരുക്ക് വരുന്ന പോർഷനാണിത്. ഇതെന്താ ഇങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചുരുക്കം ഒത്തിരി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരുവത്തിൽ ഇത്ര നീളത്തിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ ആ മഞ്ഞ ലൈൻ കാണാൻ പറ്റുന്നില്ലേ, അതെന്ന് പറയുന്ന ലെങ്ത്താണ്. ഓക്കെ, അതായത് എന്തോരം ഇറക്കം വേണം, എന്തോരം ഇറക്കമാണ് ടോപ്പിന് വേണ്ടുന്നത്, ചെസ്റ്റിൻ്റെ പോർഷനിൽ താഴേക്ക് എന്തോരം ഇറക്കം വേണം. ഇതിലിപ്പോൾ മഞ്ഞ പോർഷൻ കാണുന്നില്ലേ, മഞ്ഞ വരച്ചിരിക്കുന്ന മൊത്തം ഇതിൻ്റെ ലെങ്ത്താണ്. ആ മിച്ചം വരുന്നത് നമുക്ക് കൈ ഇങ്ങനെ ചുരുക്കാണ് ഉദ്ദേശിക്കുന്നത്, കൈ തയ്ക്കാൻ വേണ്ടി എടുക്കാം. ഇനി നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. മുകളിലത്തെ പോർഷൻ, അതായത് വീനക്ക് വരുന്ന ഫ്രണ്ട് പോർഷനും ചുരുക്ക് വരുന്ന താഴത്തെ പെപ്ലം പോർഷനും കൂടെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ചുരുക്ക് നമ്മളിപ്പോൾ ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് നേരത്തെ ചുരുക്കിട്ടിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ തയ്ക്കുന്ന കൂട്ടത്തിൽ അങ്ങ് ചുരുക്കിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചുരുക്ക് തന്നെ ആദ്യം തയ്ച്ചിട്ട് പിന്നെ അത് ആ ടോപ്പിലെ പോർഷനിലോട്ട് ആഡ് ചെയ്ത് വേണമെങ്കിലും വെക്കാം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങനെ അങ്ങ് ചെയ്യുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മടക്കി മുകളിലത്തെ പോർഷൻ്റെ കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് പോവുകയാണ്. ഇതിങ്ങനെ എന്തോരം വേണം നിങ്ങൾക്ക് ചുരുക്ക് വേണ്ടത് അത്രയും പോകാം. ചിലർക്ക് ഫ്രണ്ട് പോർഷനിൽ മാത്രം ചുരുക്ക് മതിയായിരിക്കും, ചിലർക്ക് കൈയുടെ താഴെ വരുന്ന അവിടെയൊക്കെ ചുരുക്ക് വേണമായിരിക്കും. ഇപ്പോൾ നമ്മൾ ചുരുക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് മുകളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ആക്ച്വലി എനിക്ക് ഇടയ്ക്ക് ചുരുക്ക് വെച്ച സമയത്ത് നല്ലപോലെ മടക്ക് വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചുരുക്ക് ചെയ്തിട്ട് ഇനി അതൊന്നുകൂടെ ടോപ്പിൻ്റെ പോർഷനിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇതിനി കൈയുടെ പോർഷനാണ്. കൈയും നമ്മൾ ചുരുക്കമുള്ള വീതി കുറഞ്ഞ കൈയാണ് ഉദ്ദേശിക്കുന്നത്. കൈയുടെ ആ ടോപ്പ് പോർഷനിലെല്ലാം ചുരുക്ക് വരും, താഴെ കുറച്ച് ചുരുക്കില്ലാണ്ട് ലെങ്ത് പോലെ ഇങ്ങനെ കിടക്കും. ഈ രീതിയിലാണ് നമ്മൾ 2 കൈക്കുള്ളത് ഓൾറെഡി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഷോൾഡർ പോർഷനിലേക്ക് നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മൾ വീനെക്കിൻ്റെ പോർഷൻ ചെയ്തിരിക്കുന്ന നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാവേ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഷോൾഡറിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യണം.